ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് രാത്രി 7 മണിക്ക് ബസ്സിൽ കയറി. ഇപ്പോൾ ദേ മണാലി എത്തിയിരിക്കുകയാണ്. രാവിലെ ആയി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മണാലിയിലെ കാഴ്ച. ഞങ്ങൾ മാൾ റോഡിന്റെ അടുത്തുള്ള ഒരു ഹിംഗിരി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അടിപൊളി ഹോട്ടലാണ്. ഇവരെല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ടീച്ചറിനാണെങ്കിൽ സ്വെറ്ററിനെ നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇത് കാണാനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ കാരണം കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ആ റൂം അടിപൊളിയായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പൊ ദാ അച്ഛൻ വന്നിട്ടുണ്ട്. ഞങ്ങള് 2 ഫാമിലി ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ റൂം സെറ്റായി എന്ന് പറഞ്ഞാനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങളിനി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇവിടുത്തെ ലോക്കൽ സ്ഥലങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ആയി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ പ്ലേസസ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ഹിഡംബ ദേവി ടെമ്പിളിലും പിന്നെ വൻവിഹാറിലും പിന്നെ മാൾ സ്ട്രീറ്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിപൊളിയായിട്ടൊന്ന് കറങ്ങാൻ പോവാണ്. അപ്പം ഞങ്ങളിവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബസ് വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ബസ്സിലാണ് ഹിഡംബ ദേവി ടെമ്പിളിൽ പോകണേ. അപ്പം നമുക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹിഡംബ ദേവി അമ്പലത്തിലെത്തി. ഇവിടെ നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തൊഴാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പം ഇവിടെ മഹാഭാരതത്തിലെ ഭീമന്റെ ഭാര്യയായ ഹിഡംബി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം. ഇനി ഞങ്ങൾ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ട് നോക്കാൻ പോകുന്നത്. ട്രഡീഷണൽ ഡ്രസ് ഇടാൻ അവിടെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഗൈസ്, ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ്. എനിക്ക് എന്താണെങ്കിലും നല്ല ഇഷ്ടമായി. എങ്ങനെയുണ്ട്? എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം അവിടെ നല്ല തണുപ്പുണ്ട്. അപ്പം നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സ്. അപ്പൊ ഗൈസ്, അമ്മയും അച്ഛനും കൂടി ഇവിടെ പൈൻ മരമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ അമ്മയും അച്ഛനും കൂടി റീൽസ് എടുത്തോണ്ടിരിക്കുകയാണ്. എന്നാലും നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അതെന്താണല്ലോ റീൽസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളി. അപ്പൊ ഗൈസ്, ഇവിടെ റീൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൻവിഹാറിലെത്തി. ഇവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് സംഭവം ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ബോട്ടിംഗ് ആണ് ചെയ്തത്. ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. പാരൻസ് ആരും കയറിയില്ല ബോട്ടിങ്ങിന്. പക്ഷെ ഞങ്ങളെല്ലാവരും ബോട്ടിംഗ് ഒക്കെ ചെയ്തു. ഇതായിരുന്നു ആ സ്ഥലം ബോട്ടിങ്ങിന്റെ. അടിപൊളിയായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. കുറേ സമയം, ഒരു 15 മിനിറ്റ്സ് എന്തോ ആയിരുന്നു ചെയ്യേണ്ടായിരുന്നത്. എന്നാലും നല്ല രസമുണ്ടായിരുന്നത്.